താരതമ്യേന സാഹോദര്യത്തോടെ ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം സന്തോഷത്തോടെ സാമൂഹിക ഇടങ്ങൾ പങ്കുവെക്കുന്ന കൊടുക്കൽ വാങ്ങലുകളിൽ മറ്റ് ആചാരാനുഷ്ഠാനങ്ങളിൽ ഒക്കെയൊക്കെ ഇപ്പോഴും പാരസ്പര്യത്തിൻ്റെ ഇടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കോട്ടയത്ത് കുമാരനെല്ലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു പള്ളിയിൽ ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട സഹോദരിയുടെ മൃതദേഹം 2 ദിവസത്തോളം മക്കാ മസ്ജിദിൽ വെച്ച് എല്ലാ അന്ത്യകർമ്മങ്ങളും മദ്രസ ഹാളിൽ വെച്ച് ഹൈന്ദവാചാര പ്രകാരം നടത്തി അവരുടെ വീട്ടിലേക്ക് ഈ പറയുന്ന മയ്യത്ത് കൊണ്ടുപോകാൻ, ഡെഡ് ബോഡി കൊണ്ടുപോകാൻ, ശരീരം കൊണ്ടുപോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ ജമാഅത്തുകൾ ഉള്ള നാട്ടിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരെ ജാതിയും മതവും നോക്കാതെ ക്ഷേത്രപരിപാടികൾക്ക് ക്ഷണിച്ച് പ്രസംഗങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ സമൂഹ സദ്യയ്ക്കും ഒക്കെ പരസ്പരം സ്നേഹത്തോടെ പങ്കെടുക്കുന്ന ഈ കേരളത്തെ കേരള സ്റ്റോറി എന്ന പേരിൽ കഥയുണ്ടാക്കി അപമാനിച്ച് മലയാളികളെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഈ ആക്ഷേപചിത്രങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കി അസത്യങ്ങൾ പ്രചരിപ്പിച്ച് അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു നാടിനെ അപമാനിക്കുകയല്ല വേണ്ടത്. ഒരു ദിവസം 136 സ്ത്രീകളെയും പെൺകുഞ്ഞുങ്ങളെയും കാണാതെ പോകുന്നൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടത്രേ. ആ സംസ്ഥാനത്തിൻ്റെ പേര് മധ്യപ്രദേശ് എന്നാണ്. കേരള സ്റ്റോറി മടക്കി ക്ലോസറ്റിലിട്ട് വെള്ളമൊഴിച്ച ശേഷം മധ്യപ്രദേശിലെ ഈ സഹോദരിമാരും അമ്മമാരും മക്കളും എവിടെയാണ് കാണാതെ പോകുന്നത് എന്ന് അന്വേഷിക്കുക. ആ കാണാതെ പോകുന്നവർ ഏത് ജാതിയിൽപ്പെട്ടവരാണെന്ന് അന്വേഷിക്കുക. കൊണ്ടുപോകുന്ന കാപാലികർ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നും അന്വേഷിക്കുക. അതിൻ്റെ കണക്കുകൾ നിയമസഭയ്ക്കകത്ത് MLAയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയാണ് മറുപടി പറഞ്ഞത്. അതെ, ഞെട്ടിപ്പിക്കുന്ന മധ്യപ്രദേശ് സ്റ്റോറി. ഒരു ദിവസം 130-ലധികം സ്ത്രീകളും പെൺകുഞ്ഞുങ്ങളുമാണ് ഇങ്ങനെ കാണാതാകുന്നതെന്ന് കോൺഗ്രസിൻ്റെ MLA വിക്രാന്ത് ഭൂമിയ എന്ന അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി മോഹൻ യാദവാണ്. 2020-നും 2028-നും ഇടയിൽ സംസ്ഥാനത്ത് കാണാതായ സ്ത്രീകളുടെയും പെൺകുഞ്ഞുങ്ങളുടെയും എണ്ണം 2,74,311. എല്ലാ വർഷവും ഏകദേശം 45,000 പേരെയാണ് കാണാതാവുന്നത്. എല്ലാ മാസവും ഏകദേശം 3,700 പേരെ. തുടർച്ചയായി 6 വർഷത്തേക്ക് എല്ലാ മാസവും 130 പേരെയും കാണാതാവുന്നു എന്നതാണ് കണക്ക്. ഇതിൽ 2,35,977 പേരെ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. 68,334 സ്ത്രീകളെ ഇനിയും കണ്ടെത്താനായിട്ടില്ലത്രേ. 2020-ൽ 30,000-ലധികം സ്ത്രീകളെ കാണാതായി. 21-ൽ 39,000 കടന്നു. 23-ൽ ഇങ്ങനെ വർഷം തിരിച്ച് ധാരാളം കണക്കുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഒരാളിനെ കാണാതെ പോയാൽ ജാതിമത ഭേദമന്യേ എല്ലാവരും കൂട്ടത്തോടെ അന്വേഷിച്ച് വാഹനത്തിൻ്റെ നമ്പറുകൾ പങ്കുവെച്ച് CCTVകൾക്ക് പിന്നാലെ പാഞ്ഞ് ആ കുഞ്ഞിനെ കണ്ടെത്തുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. കൊല്ലത്തുനിന്നൊരു കുട്ടിയെ കാണാതെ പോയിട്ട് അവസാനം എവിടെയോ വെച്ച് പിടിച്ച് ആശ്രമത്തോ അതിൻ്റെ പരിസരത്തോ വെച്ച് പിടിച്ചതിന് ശേഷം അതിൻ്റെ പേരും ജാതകവും മറ്റുമൊക്കെ അന്ന് കേട്ടപ്പോഴേ എല്ലാവരും പറഞ്ഞിരുന്നു അത് മാഞ്ഞങ്ങ് പോകുമെന്ന്. അത് മാഞ്ഞങ്ങ് പോയി എന്നുള്ളതൊഴിച്ചാൽ ഇതുപോലെയൊന്നുമില്ല ഈ കേരളത്തിൽ. ഇവിടെ താരതമ്യേന എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നതിൻ്റെ കാരണം കുറച്ച് ക്ഷുദ്രജീവികളും ചാണകം തീനികളുമൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിലും മനുഷ്യരിന്നും മതങ്ങൾക്കതീതമായി മതവിശ്വാസികളാകുമ്പോൾ തന്നെ മനുഷ്യത്വത്തോടെ ജീവിക്കുന്ന നാടാണിത്. അതുകൊണ്ട് ഈ വാർത്ത കണക്കിലെടുത്തെങ്കിലും കേരള സ്റ്റോറിയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലോസറ്റിലിട്ട് വെള്ളമൊഴിച്ച ശേഷം മധ്യപ്രദേശ് സ്റ്റോറി എന്ന പേരിൽ ഒരു കഥയുണ്ടാക്കിയാൽ വളരെ നന്നായിരുന്നു. അതാകുമ്പോൾ വ്യാജനാകില്ല, ഒറിജിനലാകും.